ഹായ് ഓൾ, എല്ലാവർക്കും സൈലം IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യൂട്യൂബ് സീരീസിന്റെ ഭാഗമായി വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബോർ വാർസ്, ബോർ യുദ്ധങ്ങൾ. രണ്ട് യുദ്ധങ്ങളാണ് ഈ ബോർ വാർ എന്ന് പറയുമ്പോൾ. രണ്ട് യുദ്ധങ്ങളാണ്, ഫസ്റ്റ് ബോർ വാർ ആൻഡ് സെക്കൻഡ് ബോർ വാർ. ആൻഡ് ഇത് നടക്കുന്നത് നമ്മുടെ ഇന്നത്തെ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ പറയാം ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഏറ്റവും താഴെത്തട്ടിൽ, ഏറ്റവും ടിപ്പിലായിട്ട് നടന്നിട്ടുള്ള രണ്ട് യുദ്ധങ്ങളാണ് ഈ ബോർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ മോഡേൺ ഇന്ത്യ പഠിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന സമയങ്ങളിലോ ഇത്തരം ബോർ യുദ്ധങ്ങളെക്കുറിച്ച് വായിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ ബോർ യുദ്ധങ്ങൾ, എങ്ങനെ ഇത് ആരംഭിച്ചു, ഗാന്ധിയും ബോർ യുദ്ധങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കി, ഈ ബോർ വാറുകൾ എങ്ങനെ ആരംഭിച്ചു എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യാം. ഒന്ന് കേട്ടിരിക്കാം. കാലഘട്ടം 15ാം നൂറ്റാണ്ട്, ഓക്കെ, 15th century AD കാലഘട്ടം. ഈ ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് പറയപ്പെടുന്നത് ഈ സെഞ്ചുറി. കാരണം ഒരുപാട് റീസൺസ് ഉണ്ട്. റിനൈസൻസ്, റിഫോർമേഷൻസ് എല്ലാം അതിൻ്റെ ജനത്തിൽ നിന്നൊരു ടൈം പീരീഡാണ് ഈ 15ാം നൂറ്റാണ്ട്. കൂടാതെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് സ്പോൺസർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ പോർച്ചുഗൽ, സ്പെയിൻ, പിൽക്കാലങ്ങളിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ എന്ത് സ്പോൺസർ ചെയ്യുന്നുണ്ട്? ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏഷ്യ, ആഫ്രിക്ക ഭാഗങ്ങളിൽ അവിടേക്ക് എത്താനായിട്ട്, ട്രേഡ് ചെയ്യാനായിട്ട് എത്താനായിട്ട് ഒരു പുതിയ സീ റൂട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ സീ വഴി, റെഡ് സീ വഴി ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം പുതിയൊരു സീ റൂട്ട് കണ്ടെത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രാജ്യങ്ങളെല്ലാം ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പ്ലോറേഴ്സ് ഉണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരുകൾ. ബാർത്തലോമിയോ ഡയസ്, അതുപോലെ ക്രിസ്റ്റഫർ കൊളംബസ്, അതുപോലെ വാസ്കോഡിഗാമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഇന്ത്യയിൽ കാപ്പാട്, കോഴിക്കോട് വന്നിറങ്ങിയ, മോഡേൺ കാലഘട്ടത്തിൽ പുതിയൊരു സീ റൂട്ട് കണ്ടെത്തി കാപ്പാട് വന്നിറങ്ങിയ ആദ്യത്തെ വ്യക്തിയാണ് വാസ്കോഡിഗാമ. അതുപോലെ തന്നെ പിൽക്കാലത്ത് കബ്രാൾ എന്ന് പറയുന്ന, അല്ലേ, ബ്രസീൽ ഡിസ്കവർ ചെയ്ത് പെഡ്രോ കബ്രാൾ എന്ന് പറയുന്ന വ്യക്തി, ഇവരെല്ലാവരും ഇതുപോലുള്ള ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഴ്സാണ്. കൊളംബസ് ഉൾപ്പെടെ വന്നത് എന്ത് തേടിയാണ്? അമേരിക്ക തേടി വന്ന ആളാണോ കൊളംബസ്? അല്ല, ഇന്ത്യയിലേക്കൊരു സീ റൂട്ട് കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊളംബസ് തിരിച്ചത്. പക്ഷേ കറങ്ങി തിരിഞ്ഞ് പുള്ളി നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം എക്സ്പ്ലോറേഷൻസ് എല്ലാം സ്പോൺസർ ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം, അതാണ് 15ാം നൂറ്റാണ്ട്, മോഡേൺ വേൾഡ് ഹിസ്റ്ററിയുടെ തുടക്കം. നമ്മൾ നോക്കിയേ, ബാർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞില്ലേ? ഹി വാസ് ആക്ച്വലി എ പോർച്ചുഗൽ മെർച്ചൻറ്റ്. ഓക്കെ, പോർച്ചുഗീസ് മെർച്ചൻ്റ് ആയിരുന്നു ഈ ബാർത്തലോമിയോ ഡയസ്. 1488 ഈ ബാർത്തലോമിയോ ഡയസ് വന്നെത്തിച്ചേർന്നൊരു പ്രദേശമുണ്ട്. ഓക്കെ, ആ സ്ഥലത്തെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ്. അതായത് ആഫ്രിക്കയുടെ ഏറ്റവും ടിപ്പിലായിട്ട്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെയൊക്കെ ഏറ്റവും ടിപ്പിലായിട്ട് പറയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ഇന്ന് അതിനെ വിളിക്കുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ്. ആ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഡിസ്കവർ ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് ആദ്യമായിട്ട് ഒരു കടൽ മാർഗം എത്തിച്ചേർന്ന വ്യക്തിയാണ് ബാർത്തലോമിയോ ഡയസ്. ഹി വാസ് എ പോർച്ചുഗീസ് മെർച്ചൻറ്റ്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് ഈ ഒരു പ്രദേശത്തെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ആ കേപ്പിൻ്റെ ഭാഗം കറങ്ങിക്കഴിഞ്ഞാൽ വി ക്യാൻ എൻ്റർ ഇന്ത്യൻ ഓഷ്യൻ. പല യൂറോപ്യൻ ട്രേഡേഴ്സിൻ്റെയും ഉദ്ദേശം എങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഓഷ്യൻ അല്ലെ ഇന്തോനേഷ്യ, ഈ ഭാഗങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ അതുകൊണ്ട് തന്നെ ഈ കേപ്പ് കറങ്ങിയാൽ വി ക്യാൻ എൻ്റർ ഇന്ത്യൻ ഓഷ്യൻ. സോ വി കോൾ ഇറ്റ് ആസ് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഓർത്തിരിക്കാം. പിന്നീട് അങ്ങോട്ട് പല യൂറോപ്യൻസും ഈ കേപ്പിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നേരെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. നോക്കുക, കാലഘട്ടം ഒരു 1600-കൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം 17th century. കൃത്യമായിട്ട് പറയാനാണെങ്കിൽ 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരുള്ള ഒരു പ്രൈവറ്റ് കമ്പനി നെതർലാൻഡ്സിൽ രൂപീകരിക്കപ്പെട്ടു. നിങ്ങൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും.
ഇവരൊക്കെ ചില കമ്പനീസാണ്, പ്രൈവറ്റ് കമ്പനികളാണ്, കുറേ കച്ചവടക്കാർ ചേർന്ന് രൂപീകരിക്കുന്ന കമ്പനികളാണ്. ഇൻ ഓർഡർ ടു ട്രേഡ് വിത്ത് ഇന്ത്യ ആൻഡ് അതർ ഏഷ്യൻ കൺട്രീസ്, മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് രൂപീകരിക്കപ്പെട്ട കമ്പനി. ഇതുപോലൊരു കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫോം ചെയ്യപ്പെടുന്നത് 1602 എവിടെയാണ്? നെതർലാൻഡ്സിൽ. സോ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടുതലായിട്ട് ട്രേഡ് ചെയ്തിരുന്നത് ഇന്തോനേഷ്യയുമായിട്ടാണ്. ഇന്ത്യയുമായിട്ടല്ല, ഇന്തോനേഷ്യയുമായിട്ട്. പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാനായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷേ ഈ ഡച്ചുകാർക്ക്, നെതർലാൻഡ്സിലുള്ള ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഇന്തോനേഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യാനായിരുന്നു. ഇന്തോനേഷ്യയിൽ ഒരുപാട് ഐലൻഡുകൾ ഉണ്ട് അല്ലേ? ഐലൻഡുകളുടെ കൂട്ടായ്മയാണ് ഇന്തോനേഷ്യ. സ്പൈസ് ഐലൻഡ്സ്, അംബോൺ ഐലൻഡ്സ്, ജക്കാർത്തയുടെ ഭാഗങ്ങൾ അല്ലേ? ഇതുപോലെ കുറേ പ്രദേശങ്ങളുമായിട്ട് ഈ ഡച്ച് കമ്പനി ട്രേഡിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ലോങ് ജേർണിയാണ്. നെതർലാൻഡ്സിൽ നിന്നും എവിടെ വരെ എത്തണം? ഇന്തോനേഷ്യ വരെ എത്തണം അല്ലേ? അതും കടൽ മാർഗം ഒരുപാട് നാൾ, ഒരുപാട് ഡേയ്സ്, മന്ത്സ് എല്ലാം കടലിൽ കഴിഞ്ഞിട്ട് വേണം ഇന്തോനേഷ്യയിലേക്ക് എത്താൻ. അപ്പോൾ ഒരു വലിയ ലോങ് ജേർണി ആയതുകൊണ്ട് ഇവർക്കൊരു ആവശ്യം വന്നു. അതായത് ദേ നീഡഡ് എ റിഫ്രഷ്മെൻറ്റ് സ്റ്റേഷൻ. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് നിന്ന് സെറ്റിൽ ചെയ്ത് ഒന്ന് റിഫ്രഷ്മെൻറ്റിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രഷ് ഫുഡ് കഴിക്കാനായിട്ടും വാട്ടറിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടും റിസോഴ്സസിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു റിഫ്രഷ്മെൻറ്റ് സെൻറ്ററിൻ്റെ ആവശ്യകത ഇവർക്ക് വേണ്ടി വന്നു. അത് മോസ്റ്റ്ലി ഏറ്റവും നല്ലത് എന്താണ്? ആ പോകുന്ന ജേർണിയുടെ ഒരു മിഡിലായിട്ട് അല്ലെ, പകുതിയോടുകൂടി ഒരു റിഫ്രഷ്മെൻറ്റ് സ്റ്റേഷൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഇവർ കണ്ടെത്തിയ സ്ഥലമാണ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെതർലാൻഡ്സ് ടു ഇന്തോനേഷ്യ പോകുന്ന ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഈ പ്രദേശത്ത് ഒരു റിഫ്രഷ്മെൻറ്റ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. ഓൾറെഡി ഈ പ്രദേശം യൂറോപ്യൻസിന് പോപ്പുലറാണ്. ബാർത്തലോമ്യൂ ഡയസ് വന്നു പോയി എന്നുള്ള അറിവ് ഓൾറെഡി എല്ലാ യൂറോപ്യൻസിനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഡച്ച് കമ്പനി തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചു. ഹിസ് നെയിം ഇസ് യാൻ ഫാൻ റീബീക്ക്. ഓക്കെ, യാൻ ഫാൻ റീബീക്ക് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനെ ഈ കമ്പനി കേപ്പിലേക്ക് അയക്കുന്നു. ആൻഡ് ഈ വ്യക്തി അവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് സ്റ്റേഷൻ നിർമ്മിക്കുകയാണ്. അപ്പോൾ അന്ന് ഒരുപാട് കച്ചവടക്കാർ ഏഷ്യയിലും മറ്റൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇവരെല്ലാം ആദ്യം വന്നിട്ട് സെറ്റിൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ റിഫ്രഷ്മെൻറ്റ് സ്റ്റേഷനിലായിരിക്കും. ഇവിടെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നാളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും ഇന്തോനേഷ്യയിലേക്ക് പോവാം. അങ്ങനെ യൂറോപ്യൻസ് വന്ന് ഇതൊരു യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിട്ട് പിൽക്കാലത്ത് മാറി. ഓക്കെ, ഈ പ്രദേശം, ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന കേപ്പിൻ്റെ റീജൻ ബിക്കെയിം എ യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് ഏരിയ. ഓക്കെ, കൂടുതലും ഡച്ചുകാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ജർമ്മൻസ് വന്നു പിൽക്കാലത്ത്, ഫ്രഞ്ചുകാർ വന്നു പിൽക്കാലത്ത്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ സെറ്റിലേഴ്സ് വെയർ ഡച്ച്. ഓക്കെ, ആൻഡ് ഇത്തരം യൂറോപ്യൻ സെറ്റിലേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് യൂറോപ്യൻസ് വന്നെങ്കിലും മോസ്റ്റ്ലി വെയർ ഡച്ച്. സോ ഈ പറയുന്ന ബോറുകൾ എന്ന് പറയുന്നത് മെജോറിറ്റിയും ഡച്ച് സെറ്റിലേഴ്സാണ്. ഓക്കെ, ദേ കെയിം ഫ്രം നെതർലാൻഡ്സ്. പിന്നെ അവരുടെ ഫാമിലിയായി ഇങ്ങനെ ബോറുകളുടെ എണ്ണം ഈ കേപ്പിൽ വളർന്നു വന്നു. ഈ ബോർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കർഷകൻ എന്നാണ്, ഫാമർ. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ഒക്കുപ്പേഷൻ എന്തായിരുന്നു? ഫാമിംഗ് ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു മേജർ ഒക്കുപ്പേഷൻ. ഓക്കെ, അഗ്രികൾച്ചർ ആയിരുന്നു ഇവരുടെ മേജർ ഒക്കുപ്പേഷൻ, ഓർത്തിരിക്കുക. അപ്പോൾ അഗ്രികൾച്ചർ ഒരു മേജർ ഒക്കുപ്പേഷൻ ആകുമ്പോൾ അതിനൊപ്പം തന്നെ ഇവരെന്തിനു കൂടി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകും? ലാൻഡിന്, ഭൂമിക്ക്. ഭൂമി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസറ്റാണ്. ദേ ആർ അറ്റാച്ച്ഡ് ടു എ ലാൻഡ്. ഓക്കെ, ഇവർ ഒരു പരിധിക്കപ്പുറം ലാൻഡുമായിട്ടും ഭൂമിയുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ബിക്കോസ് ദർ മേജർ ഒക്കുപ്പേഷൻ വാസ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദേ വർ പ്രൊമോട്ടിങ് സ്ലേവറി. സ്ലേവ് ലേബർ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ്. കാരണം കൃഷിക്കായിട്ട് ഇവർക്ക് സ്ലേവുകളെ ആവശ്യമായിട്ട് വന്നു. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഈ ബോറുകൾ വന്നിട്ട് സെറ്റിൽ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് പണ്ട് ട്രൈബൽ ഗ്രൂപ്പുകളുടെ പ്രദേശമാണ് അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഖായ്, സാൻ, ബുഷ്മെൻ എന്നൊക്കെ പറഞ്ഞ കുറേ ട്രൈബൽ ഗ്രൂപ്പേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവരെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ബോറുകൾ വന്നിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ബോറുകൾ സ്ലേവറി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഇവർ സ്ലേവുകളായിട്ട് കൊണ്ടുവരുന്ന മെജോറിറ്റിയും ഇത്തരം ലോക്കൽ ട്രൈബുകളെ ആയിരിക്കും. അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഇവർ കൃഷിയും അഗ്രികൾച്ചറൊക്കെ നടത്തുന്നത്, ഓർത്തിരിക്കുക.
ഓക്കെ. ആൻഡ് ദിവർ കാൽവിനിസ്റ്റ് ക്രിസ്ത്യൻസ്. ഇവർ കാൽവിനിസം ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യൻസ് കൂടിയാണ്. ഈ കാൽവിനിസം എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ്. ഏകദേശം ഒരു 18-ാം നൂറ്റാണ്ട് കാലഘട്ടം, 17-18-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ പോപ്പുലർ ആയ ഒരു ക്രിസ്ത്യാനിറ്റിയാണ്. ജോൺ കാൽവിൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെച്ച കാൽവിനിസം എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. സോ അഗ്രികൾച്ചറാണ് മേജർ ഓക്കുപ്പേഷൻ. ഇവർ സ്ലേവറി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ലാൻഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇവർ കാൽവിനിസ്റ്റ് ക്രിസ്ത്യൻസ് ആണ്. റേഷ്യൽ സെഗ്രിഗേഷനും അത്യാവശ്യം ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, റേഷ്യൽ ഡിസ്ക്രിമിനേഷനും റേഷ്യൽ സെഗ്രിഗേഷനും ഇവർക്കിടയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഡച്ച് കമ്മ്യൂണിറ്റി, അവരെയാണ് നമ്മൾ ബോറുകൾ എന്ന് വിളിക്കുന്നത്. ബോറിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫാമേഴ്സ് അല്ലെങ്കിൽ കർഷകരെന്നാണ്. സോ അങ്ങനെ കാലഘട്ടങ്ങൾ കടന്നുപോയി. നമ്മൾ വീണ്ടും യൂറോപ്പിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, കാലഘട്ടം 1790കളുടെ അവസാനം, അല്ലെങ്കിൽ പറയാൻ 1800കളുടെ തുടക്കം. ഈ ഒരു ടൈം പീരീഡിൽ യൂറോപ്പിൽ എന്താ സംഭവിക്കുന്നത്? യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ പുതിയൊരു ഭരണാധികാരി എത്തിയ ഒരു കാലഘട്ടമാണ്. ആൻഡ് ഹിസ് നെയിം വാസ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ നെപ്പോളിയൻ ഫ്രാൻസ് ഭരിക്കുന്ന ടൈം പീരീഡിൽ ദിസ് നെപ്പോളിയൻ ക്യാപ്ചേർഡ് ഓർ ഒക്കുപ്പൈഡ് നെതർലാൻഡ്സ്. നെതർലാൻഡ്സിൻ്റെ ഭാഗം നെപ്പോളിയൻ ഒക്കുപ്പൈ ചെയ്തു. നെപ്പോളിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നെപ്പോളിയൻ ഉണ്ടായിരുന്ന സമയത്ത് അയൽ രാജ്യങ്ങളുടെ കൺട്രോൾ എല്ലാം, ഓക്കെ, നിങ്ങളിപ്പോൾ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഓസ്ട്രിയ എടുത്താലും, ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് എടുത്താലും, ജർമ്മൻ സ്റ്റേറ്റ്സ് എടുത്താലും, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ എടുത്താലും, ഈ പ്രദേശങ്ങളുടെ എല്ലാം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ അന്ന് നെപ്പോളിയൻ്റെ കൈവശമായിരുന്നു. നെപ്പോളിയൻ വന്ന ഉടനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തി ഈ പ്രദേശങ്ങളുടെ കൺട്രോൾ പുള്ളി അങ്ങ് പിടിച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിലാണ് നെതർലാൻഡ്സിൻ്റെ കൺട്രോളും പുള്ളിയുടെ കയ്യിലോട്ട് വരുന്നത്. ഈ ഡച്ച് സെറ്റിലേഴ്സിൻ്റെ കേപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബോറുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും നെതർലാൻഡ്സിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അത് ഓർക്കണം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഫ്രാൻസ് നെതർലാൻഡ്സ് ഒക്കുപ്പൈ ചെയ്തതിനോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന മറ്റൊരു യൂറോപ്യൻ രാജ്യമുണ്ട്. വേറെ ആരുമല്ല, ഇറ്റ് ഈസ് ബ്രിട്ടൻ. ബ്രിട്ടനും ഫ്രാൻസും എപ്പോഴും ശത്രുക്കളാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഇപ്പോഴൊന്നല്ല, നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, അതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 7 years വാർ, ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ, ഇങ്ങനെ കുറേ യുദ്ധങ്ങൾ 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലെല്ലാം ബ്രിട്ടനും ഫ്രാൻസും രണ്ട് പക്ഷത്തു നിന്നുകൊണ്ടാണ് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ നെപ്പോളിയൻ്റെ കാലഘട്ടങ്ങളാണെങ്കിലും പരസ്പരം തോൽപ്പിക്കാനായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ അവർ നടത്തിയിട്ടുമുണ്ട്. പക്ഷെ രണ്ടും ഈക്വൽ പവേഴ്സ് ആയതുകൊണ്ട് ആർക്കും ഒരു അപ്പർ ഡോമിനേഷൻ ഒന്നും പറയാൻ കഴിയില്ല. രണ്ടുപേരും യുദ്ധം നടത്തും, വീണ്ടും ഒരു സമാധാന കരാർ ഒപ്പുവെക്കും, യുദ്ധം അവസാനിക്കും, വീണ്ടും യുദ്ധം നടത്തും, വീണ്ടും കരാർ ഒപ്പിട്ട് യുദ്ധം അവസാനിക്കും. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഈ നെതർലാൻഡ്സിൻ്റെ ഒക്കുപ്പേഷൻ ആർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല? ബ്രിട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഈ നെതർലാൻഡ്സ് ഇപ്പോൾ ഫ്രാൻസ് പിടിച്ചെടുത്തു. ഇതേ ഫ്രാൻസ് നേരെ ചെന്ന് കേപ്പിൻ്റെ ഭാഗം കൂടി ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആഫ്രിക്കയുടെ കേപ്പിൻ്റെ റീജിയൻ കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? ബ്രിട്ടന് ഇനി അതുവഴി ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ബ്രിട്ടൻ്റെ ട്രേഡ് ഫ്രാൻസ് തടയും അല്ലേ? ആ ഒരു പേടി ബ്രിട്ടന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ പേടിയുടെ പുറത്ത് ബ്രിട്ടൻ എന്താ ചെയ്തതെന്നറിയോ? 1806 ബ്രിട്ടൻ ഒക്കുപ്പൈഡ് കേപ്പ്. ബ്രിട്ടൻ്റെ ആ ഒരു പേടി കാരണമാണ് ബ്രിട്ടൻ ചെന്ന് 1806 നേരെ കേപ്പിൻ്റെ ഭാഗം പോയി ഒക്കുപ്പൈ ചെയ്തു. ഇപ്പോൾ ഈ കേപ്പിൻ്റെ ഭാഗം ബ്രിട്ടൻ്റെ കൺട്രോളിലായി. ഓർത്തിരിക്കുക. അപ്പോൾ ഗ്രാജ്വലി ഇനി ഈ കേപ്പിൻ്റെ മേലിൽ ആരായിരിക്കും അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരിക? ബ്രിട്ടൻ ആയിരിക്കില്ലേ? യെസ്. അവിടെ ഉണ്ടായിരുന്ന ഡച്ച് ഭാഷയെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് റീപ്ലേസ് ചെയ്തു ബ്രിട്ടൻ. ഡച്ച് ലാംഗ്വേജ് വാസ് റീപ്ലേസ്ഡ് ബൈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. 1834 ഈ കേപ്പിൻ്റെ ഭാഗത്ത് സ്ലേവറി നിർത്തലാക്കി ബ്രിട്ടൻ. കേപ്പിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അന്ന് ബ്രിട്ടൻ എവിടെയെല്ലാം കോളനികൾ ഉണ്ടായിരുന്നു, എവിടെയെല്ലാം ബ്രിട്ടൻ്റെ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, അവിടെയെല്ലാം ബ്രിട്ടൻ സ്ലേവറി നിർത്തലാക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു പ്രദേശമായിരുന്നു കേപ്പ് എന്ന് പറയുന്നത്. ഈ സ്ലേവറി നിർത്തലാക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ബോർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, അവർ സ്ലേവറിയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബോറുകൾ എന്ന് പറയുന്നത്. അവർക്ക് അഗ്രികൾച്ചർ ചെയ്യണമെങ്കിൽ, കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ നീഡഡ് സ്ലേവറി അല്ലേ?
സോ ആ സ്ലേവറിയാണ് ബ്രിട്ടൻ വന്നിട്ട് അബോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല? ബോർ കമ്മ്യൂണിറ്റികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കേപ്പിലുണ്ടായിരുന്ന ബോറുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വീണ്ടും വഷളാക്കാനായിട്ട്, ആ സിറ്റുവേഷൻ വീണ്ടും വേഴ്സൺ ചെയ്യിപ്പിക്കാനായിട്ട് ബ്രിട്ടൻ തന്നെ സ്പോൺസർ ചെയ്യുന്ന കുറേ മിഷണറികളും ഈ സമയത്ത് കേപ്പിൽ എത്തിച്ചേറും. ഈ മിഷണറികൾ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? ഇപ്പം ഇന്ത്യയിലും മറ്റുമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിലും ഒരുപാട് മിഷണറികൾ വന്നിട്ടുണ്ടല്ലേ. അവരൊക്കെ എന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ലോക്കലായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെയാണ് മിഷണറികൾ സപ്പോർട്ട് ചെയ്യുക, ബോറുകളെ അല്ല. ദേ വെർ എഗെയിൻസ്റ്റ് ബോസ്. മിഷണറീസ് വെർ എഗെയിൻസ്റ്റ് ബോസ് ആൻഡ് ദേ വെർ സപ്പോർട്ടിങ് ദ ലോക്കൽ ട്രൈബ്സ്. അപ്പോൾ ഇതും ബോറുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരുന്നു, സ്ലേവറി നിർത്തലാക്കുന്നു, മിഷണറികളുടെ ആക്ടിവിറ്റീസ് വർദ്ധിക്കുന്നു. ഇതെല്ലാം കാരണം ബോറുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഈ കേപ്പിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പം ബ്രിട്ടൻ്റെ കൺട്രോളിലായി കേപ്പ് അല്ലേ. ഇനി ഇവിടെ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. വി ക്യാൻ മൈഗ്രേറ്റ് എന്നൊരു തീരുമാനം ബോറുകൾ എടുക്കുന്നു. അങ്ങനെ ഈ ബോറുകൾ നോർത്തേൺ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കേപ്പ് വിട്ട് ദേ സ്റ്റാർട്ട് ടു മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ നോർത്ത്. ഈ മൈഗ്രേഷനെ വി കോൾ ഇറ്റ് ആസ് ദ ഗ്രേറ്റ് ട്രെക്ക് ഓഫ് 1835. 1835 ആരംഭിച്ച ദ ഗ്രേറ്റ് ട്രെക്ക് എന്നാണ് ഈ മൈഗ്രേഷനെ അറിയപ്പെടുന്നത്. അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ച മൈഗ്രൻസിനെ വി കോൾ ഇറ്റ് ആസ് വൂർ ട്രെക്കേഴ്സ്. ഈ ബോറുകളുടെ ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ആ മൈഗ്രൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൂർ ട്രെക്കേഴ്സ്. അപ്പോൾ ഇവർ പോകുന്നത് കുറച്ചൊരു ഇൻലാൻഡ് ഭാഗത്താന്ന് ഓർക്കണം കേട്ടോ. ഇത്രയും നാൾ കേപ്പിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ കോസ്റ്റൽ പ്രദേശങ്ങളാണല്ലേ. അവിടെ നിന്ന് കുറേ കൂടി ഇൻലാൻഡ് ഭാഗത്തേക്ക് ഇവർ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നോർത്തിൽ എത്തിച്ചേർന്ന ബോറുകൾ അവിടെ ചില റിപ്പബ്ലിക്സ് രൂപീകരിക്കുന്നു. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട 2 റിപ്പബ്ലിക്സ് ആണ്. ട്രാൻസ്വാൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്ന് വിളിക്കും. 2 ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്. മൂന്നാമതായിട്ടൊരു പ്രദേശം കൂടിയുണ്ട്, നേറ്റൽ കോളനി. പക്ഷേ ഇത് കുറേ കൂടി അത്രയൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് മോർ ഡിപ്പെൻഡ് ഓൺ ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ ഒരുപാട് ബ്രിട്ടീഷ് സെറ്റിലേഴ്സ് ജീവിച്ചിരുന്ന പ്രദേശമാണ് നേറ്റൽ കോളനി. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ട്രാൻസ്വാൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള ചില ബോർ റിപ്പബ്ലിക്സ് ഇവർ ക്രിയേറ്റ് ചെയ്യാണ്. കുറേ കൂടി സെൽഫ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന, സ്വന്തമായിട്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ കൊണ്ടുപോകുന്ന ബോറുകളുടെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് മാറി ഈ ട്രാൻസ്വാളും അതുപോലെ തന്നെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്. അപ്പോൾ ഇപ്പോൾ ബ്രിട്ടനും ഹാപ്പിയാണ്, ബോറുകളും ഹാപ്പിയാണ് അല്ലേ. ബ്രിട്ടന് കേപ്പ് കിട്ടി, ബാക്കിയുള്ള ട്രാൻസ്വാൾ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ആർക്കും കിട്ടി? ബോറുകൾക്കും കിട്ടി. എപ്പോഴും ഓർക്കുക, ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വന്ന കാലഘട്ടങ്ങളിൽ അവിടെയുള്ള ലോക്കൽ ട്രൈബുകളെ ഇവർ കൺസിഡർ പോലും ചെയ്യുന്നില്ല. ഓക്കെ, ലോക്കൽ ട്രൈബുകളുടെ കാര്യം നമ്മളിവിടെ പറയുന്നതേ ഇല്ല. ഓക്കെ, ഓർത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുന്നത്. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. 1867 ഈ ഒരു വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. കേപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശമുണ്ട്, കിംബർലി എന്നാണ് ആ ലൊക്കേഷൻ അറിയപ്പെടുന്നത്. ഇതെവിടെയാണ്? കേപ്പിലാട്ടോ. ബ്രിട്ടൻ്റെ കൺട്രോളിലുള്ള കേപ്പിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് കിംബർലി. ഈ കിംബർലിയിൽ ആദ്യമായിട്ട് ഡയമണ്ട് കണ്ടെത്തി 1867. ഈ കേപ്പ് ആരുടെ കൺട്രോളിലാണ്? ബ്രിട്ടൻ്റെ കൺട്രോളിലാണെന്ന് ഓർക്കണം. അവിടെയാണ് ഡയമണ്ട് കണ്ടെത്തിയത്. സോ സ്വാഭാവികമായിട്ടും കേപ്പ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. യൂറോപ്പിലുണ്ടായിരുന്ന ഒരുപാട് കമ്പനികൾ, മൈനിങ് കമ്പനികൾ ഇവിടെ വന്നിട്ട് സ്ഥാപിക്കാൻ തുടങ്ങി. ഒരുപാട് ബിസിനസ് പീപ്പിൾ, യൂറോപ്യൻ ബേസ് ചെയ്ത് ബിസിനസ് നടത്തിയിരുന്ന ഒരുപാട് ബിസിനസ് പീപ്പിൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് സെറ്റിൽമെൻറ്റ് ആരംഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരെന്ന് ഓർത്തിരിക്കുക, സെസിൽ റോഡ്സ്. ഓക്കെ, സെസിൽ റോഡ്സ്, CECIL, സെസിൽ റോഡ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. പുള്ളി ഒരു ബ്രിട്ടീഷ് ബിസിനസ് മാൻ ആയിരുന്നു. പുള്ളിയും ഇങ്ങോട്ടേക്ക് ബിസിനസ് മാറ്റി എഴുതുന്നു. ഇങ്ങനെ ഒരുപാട് കമ്പനികൾ വന്നിട്ട് കേപ്പിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. കേപ്പിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം കിട്ടുക എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഒരുപാട് അസറ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അഹങ്കാരം കൂടും. ഇനിയും അസറ്റുകൾ വാങ്ങിച്ചു കൂട്ടണം, ഇനിയും പവർഫുൾ ആകണം എന്നൊരു തോന്നൽ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? ഇതേ തോന്നൽ ബ്രിട്ടനും സംഭവിച്ചു. ബ്രിട്ടൻ എക്കണോമിക്കലി പവർഫുൾ ആകാൻ തുടങ്ങി ആഫ്റ്റർ ദിസ് ഡിസ്കവറി. സോ ബ്രിട്ടൻ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, അയൽ പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കണം, എന്നാലേ ആ ആഗ്രഹം പൂർത്തിയാകുള്ളൂ.
ആൻഡ് ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് 1877 ബ്രിട്ടൻ ചെന്ന് ട്രാൻസ്വാൾ റീജൻ അനക്സ് ചെയ്തു. ഈ ട്രാൻസ്വാൾ ആരുടെ പ്രദേശമാണ്? കുറച്ചു മുന്നേ ബോറുകൾ ക്രിയേറ്റ് ചെയ്തൊരു റിപ്പബ്ലിക് ആണല്ലേ ട്രാൻസ്വാൾ. ആ പ്രദേശം ബ്രിട്ടൻ ചെന്ന് അനക്സ് ചെയ്തു 1877. അതിന് ബ്രിട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്നാണ്. നോക്കിയേ, ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിപ്പബ്ലിക് ട്രാൻസ്വാൾ എന്ന് പറഞ്ഞ പ്രദേശം ഫിനാൻഷ്യലി വീക്കാണ്. ഓക്കെ, ഞങ്ങൾ വളരെ പവർഫുള്ളാണ്, ഫിനാൻഷ്യലി പവർഫുള്ളാണ്, നിങ്ങൾ വളരെ വീക്കാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ദേ കുഡ് നോട്ട് ഡിഫെൻഡ് ഇറ്റ് സെൽഫ് എഗെയിൻസ്റ്റ് അതർ ആഫ്രിക്കൻ കിങ്ഡംസ്. മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ തോൽക്കത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇതെടുത്ത് പറയാൻ ഒരു റീസൺ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഗ്രേറ്റ് ട്രെക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഗ്രേറ്റ് ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ബോറുകൾ ആ നോർത്തേൺ ഭാഗത്തേക്ക് ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ലോക്കൽ ആഫ്രിക്കൻ കിങ്ഡംസുമായിട്ടൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് കേട്ടോ. സുളു എന്നൊക്കെ പറഞ്ഞൊരു ചില കിങ്ഡംസ് ഉണ്ട്. അവരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഈ ബോറുകൾ അവിടെ റിപ്പബ്ലിക്സ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ബ്രിട്ടൻ വന്നിട്ട് പറയുകയാണ്, ഈ പറയുന്ന ആഫ്രിക്കൻ കിങ്ഡംസുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഇനി നിങ്ങൾ തോക്കത്തേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡോമിനൻസ് ഇല്ല, ഫിനാൻഷ്യലി നിങ്ങൾ വീക്കാണ്. ഓക്കെ, യു കുഡ് നോട്ട് ഡിഫെൻഡ് യുവർ സെൽഫ് ഫ്രം അതർ ആഫ്രിക്കൻ കിങ്ഡംസ്. അതുപോലെ തന്നെ ദിസ് അനക്സേഷൻ ഇസ് നെസസറി ഫോർ റീജിയണൽ സ്റ്റെബിലിറ്റി. ഈ അനക്സേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഫോർ റീജിയണൽ സ്റ്റെബിലിറ്റി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടൻ എന്ത് ചെയ്തത്? ഈ ട്രാൻസ്വാളിൻ്റെ ഭാഗം 1877 അനക്സ് ചെയ്യുന്നത്. ബോറുകൾ ഇത് അംഗീകരിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ഇല്ല, അവരിതിനെ എതിർത്തു. ആൻഡ് ആ എതിർപ്പിൻ്റെ റിസൾട്ടൻ്റ് ആയിരുന്നു ആദ്യത്തെ ബോർ യുദ്ധം. അതായത് ട്രാൻസ്വാൾ ഭാഗം ബ്രിട്ടൻ അനക്സ് ചെയ്യുന്നു, അതിനെ ബോറുകൾ എതിർക്കുന്നു. ദാറ്റ് റിസൾട്ടഡ് ഇൻ ടു ദ ഫസ്റ്റ് ആംഗ്ലോ ബോർ വാർ ഓഫ് 1880. 1880 ആരംഭിച്ച് 81 അവസാനിച്ച ഒന്നാം ബോർ യുദ്ധം. ആലോചിക്കാം. ഈ ഒരു ബോർ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആയുധങ്ങൾ കൂടുതലുള്ളത് ബ്രിട്ടനാണ്. സ്വാഭാവികമായിട്ടും വെപ്പൺസ് അല്ലെ, വളരെ മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ കൂടുതലുള്ളത് ബ്രിട്ടനാണ്. പക്ഷെ എന്നിട്ടും ബോറുകൾ മാക്സിമം എഫേർട്ട് എടുത്ത് ആ യുദ്ധം ഡിഫെൻഡ് ചെയ്തു. അതായത് അപ്പർ ഡോമിനേഷൻ വാസ് വിത്ത് ബോർസ്. ഇതിൽ ജയവും തോൽവിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരു സ്റ്റെയിൽമേറ്റിലാണ് യുദ്ധം അവസാനിക്കുന്നത്. പക്ഷേ മേൽക്കൈ ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബോറുകൾക്കായിരുന്നു. നിവൃത്തിയില്ലാതെ ഈ യുദ്ധത്തിന് ശേഷം 80 ആരംഭിച്ച് 81 തന്നെ അവസാനിക്കുന്നുണ്ട് യുദ്ധം. യുദ്ധം അവസാനിച്ച ഉടനെ തന്നെ ബ്രിട്ടൻ ഗ്രാൻഡഡ് ഓട്ടോണോമി ടു ട്രാൻസ്വാൾ. അല്ലെങ്കിൽ ബ്രിട്ടൻ വാസ് ഫോഴ്സ്ഡ് ടു ഗ്രാൻഡ് ഓട്ടോണോമി. ഒരു ഗ്രേറ്റർ ഓട്ടോണോമി ഈ ട്രാൻസ്വാൾ ഭാഗത്ത് നൽകേണ്ടി വന്നു ബ്രിട്ടന്. കാരണം അത്രയും മേൽക്കൈ ബോറുകൾക്ക് ഈ ഒന്നാം യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. എത്രയൊക്കെ എക്കണോമിക്കലി പവർഫുള്ളാണ്, എത്രയൊക്കെ മിലിറ്ററി പവർഫുള്ളാണ് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ പോലും ബോറുകൾ ഈ യുദ്ധത്തിൽ മേൽക്കൈ കാണിച്ചു. സോ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു ദേ ഗോട്ട് ഗ്രേറ്റർ ഓട്ടോണോമി ആഫ്റ്റർ ദിസ് ബോർ വാർ. ഓർത്തിരിക്കാം. സോ വീണ്ടും ടൈം പീരീഡ് പോകുന്നു. വർഷം 1886. വർഷങ്ങൾ കഴിഞ്ഞു. 1886 ആയി. രണ്ടാമത്തൊരു മേജർ ഡിസ്കവറി ഈ ഭാഗത്ത് സംഭവിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഡിസ്കവറി ഓഫ് ഗോൾഡ്. നേരത്തെ ഡയമണ്ട് അല്ലേ, ഇപ്പോൾ ഗോൾഡ് കണ്ടെത്തി. എവിടെയാണ് ഗോൾഡ് കണ്ടെത്തിയത്? വിറ്റ് വാട്ടേഴ്സ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ആൻഡ് ഈ വിറ്റ് വാട്ടേഴ്സ് ലാൻഡ് എവിടെയാണ്? അത് ട്രാൻസ്വാൾ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഓർത്തിരിക്കാം. നേരത്തെ ഡയമണ്ട് കണ്ടെത്തിയ കിംബർലി കേപ്പിലായിരുന്നു. അത് ബ്രിട്ടൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന കേപ്പിലായിരുന്നു അല്ലേ. പക്ഷെ ഇത് ബോറുകളുടെ കൺട്രോളിലുള്ള ട്രാൻസ്വാൾ എന്ന ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് വിറ്റ് വാട്ടേഴ്സ് ലാൻഡ്. അവിടെയാണ് ഗോൾഡ് കണ്ടെത്തിയത്. നേരത്തെ ഡയമണ്ട് കണ്ടെത്തിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഡയമണ്ട് കണ്ടെത്തിയോടുകൂടി ഒരുപാട് യൂറോപ്യൻസ് ഇവിടെ വന്നിട്ട് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അല്ലേ. അതുപോലെ സെയിം സിറ്റുവേഷൻ ഇവിടെയും ആവർത്തിച്ചു. ഈ ഗോൾഡ് കണ്ടെത്താൻ തുടങ്ങിയോടുകൂടി വീണ്ടും യൂറോപ്പിൽ നിന്നും ഒരുപാട് മൈഗ്രൻസ് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് അവർ സെറ്റിൽമെൻറ്റ് ആരംഭിക്കുന്നു, ചില കമ്പനികൾ സ്ഥാപിക്കുന്നു, ബിസിനസ്സുകൾ സ്ഥാപിക്കുന്നു. അങ്ങനെ ഈ ട്രാൻസ്വാൾ ഭാഗത്ത് ഒരുപാട് ഫോറിനേഴ്സ് എത്തുന്നു. ആൻഡ് ഈ ഫോറിനേഴ്സിനെ വി കോൾ ഇറ്റ് ആസ് ഓയിറ്റ്ലാൻഡേഴ്സ്. ഓക്കെ, ഇത്തരം ഫോറിനേഴ്സിനെ, യൂറോപ്യൻ ഫോറിനേഴ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ഓയിറ്റ്ലാൻഡേഴ്സ്. മെജോറിറ്റി ഓഫ് ദ ഓയിറ്റ്ലാൻഡേഴ്സും ബ്രിട്ടീഷുകാരാണെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, ബ്രിട്ടീഷ് ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ദി ഓയിറ്റ്ലാൻഡേഴ്സ്. പിന്നെ മറ്റ് രാജ്യങ്ങളിൽപ്പെട്ടിട്ടുള്ള
ഫോറിനേഴ്സും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നോക്കി, ട്രാൻസ്വാൾ എന്ന പ്രദേശം ശരിക്കും ബോറുകളുടെ പ്രദേശമല്ലേ? അവിടേക്കാണ് യൂറോപ്യൻസ് വന്നിട്ട് സെറ്റിൽ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അന്നത്തെ ട്രാൻസ്വാളിലെ പ്രസിഡന്റ് ആയിരുന്ന പോൾ ക്രൂഗർ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി നോക്കിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് എന്താ, ഈ ബോറുകളുടെ എല്ലാ അവകാശങ്ങളും ഈ ഒയിറ്റ് ലാൻഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒയിറ്റ് ലാൻഡേഴ്സ് ആണ് ഇവിടെ ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ബോസിൻ്റെ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. എല്ലാ എഡ്യൂക്കേഷനും ഈ പറഞ്ഞ ജോലിയും ഒക്കുപ്പേഷനും ബിസിനസ്സും എല്ലാം ആര് കൈയടക്കി വെച്ചിരിക്കുകയാണ്? ഈ ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒയിറ്റ് ലാൻഡേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനൊരു റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യണം. നമ്മൾ ഇന്ന് ട്രംപ് ചെയ്യുന്ന പോലെ, അല്ലേ? അമേരിക്ക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ദ സെയിം കോൺസെപ്റ്റ് ഇവിടെ പോൾ ക്രൂഗറും എടുക്കുകയാണ്. പുള്ളി ഒരു പ്രൊക്ലമേഷൻ ഇറക്കിയിട്ട് പറയുകയാണ്, ഇനി മുതൽ ഈ ഒയിറ്റ് ലാൻഡേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വോട്ടിംഗ് റൈറ്റുകൾ ലഭിക്കില്ല. നിങ്ങൾ വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വോട്ടിംഗ് അവകാശം ഈ രാജ്യത്ത് ട്രാൻസ്വാൾ എന്ന പ്രദേശത്ത് ഉണ്ടാവില്ല. ദേ ആർ ഡിനൈഡ് ഇമ്മീഡിയറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. മാത്രമല്ല ചില റെസിഡൻസ് റെസ്ട്രിക്ഷൻസും ഇമ്പോസ് ചെയ്തു. എവിടെയൊക്കെ വീടുകൾ വയ്ക്കാം, എവിടെയൊക്കെ താമസിക്കാം, എത്ര വർഷം താമസിക്കാം, എത്ര മാസം താമസിക്കാം എന്ന തരത്തിൽ റെസിഡൻസ് റെസ്ട്രിക്ഷൻസ് വെച്ചു. ആൻഡ് ദേ ഓൾസോ ഗോട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒയിറ്റ് ലാൻഡേഴ്സ് ഇടപെടാനും പാടില്ല. ഇങ്ങനെയുള്ള രീതികളിൽ, ഇത്തരം രീതികളിൽ ചില റെസ്ട്രിക്ഷൻസ് പോൾ ക്രൂഗർ എന്ന പ്രസിഡന്റ് ഇമ്പോസ് ചെയ്യാണ്. ഓർത്തിരിക്കുക. സോ ട്രാൻസ്വാൾ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം അരങ്ങേറുന്നത്, അല്ലേ? ട്രാൻസ്വാൾ അതാരുടെ കൺട്രോളാണെന്ന് ഓർക്കണം, ബോറുകളുടെ കൺട്രോളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്വാളിൽ ആരൊക്കെ തമ്മിലാണ് പ്രശ്നങ്ങൾ നടക്കുന്ന? ബോറുകളും അതുപോലെ തന്നെ ഒയിറ്റ് ലാൻഡേഴ്സും തമ്മിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ഒയിറ്റ് ലാൻഡേഴ്സ് ഫോറിനേഴ്സാണ്. ബോറുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്ത് ഇവിടെ അഡ്മിനിസ്ട്രേഷനൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ബോറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്വാളിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിനെല്ലാം നോക്കിക്കൊണ്ട് ആ കേപ്പിൽ ആരിപ്പുണ്ട്? നമ്മുടെ ബ്രിട്ടൻ ഇരിപ്പുണ്ട്. ഓക്കെ, കേപ്പിൻ്റെ കൺട്രോൾ ആർക്കാണ്? ബ്രിട്ടൻ അല്ലേ? ഈ ട്രാൻസ്വാളിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന കാര്യം നോക്കി കേപ്പിൽ ബ്രിട്ടൻ ഇരിപ്പുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നെല്ലാം നോക്കാനായിട്ട്. ഓർത്തിരിക്കുക. ഈ കേപ്പിൽ ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ പേര് നിങ്ങളൊന്ന് ഓർത്തു വച്ചിരിക്കണം. ഹിസ് നെയിം ഇസ് സെസിൽ റോഡ്സ്, അല്ലേ? ഒരു ബ്രിട്ടീഷ് മെർച്ചൻ്റ് ആണ്, ഒരു ബ്രിട്ടീഷ് ബിസിനസ്മാൻ ആണ് സെസിൽ റോഡ്സ്. പുള്ളി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു, ട്രാൻസ്വാളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഈ സെസിൽ റോഡ്സ് സീക്രട്ടായിട്ട് ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. ഓക്കെ, പുള്ളിയുടെ സീക്രട്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടു റെയ്ഡ് ദ ട്രാൻസ്വാൾ റീജിയൻ. ട്രാൻസ്വാൾ ഭാഗത്തിൻ്റെ മേലിൽ ഒരു റെയ്ഡ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ അവിടെയുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക. ഒരു അട്ടിമറി ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അട്ടിമറി ശ്രമത്തിനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? സെസിൽ റോഡ്സ് എന്ന കേപ്പിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ബിസിനസ്മാൻ പ്ലാൻ ചെയ്തു. അതിനായിട്ട് പുള്ളി ഒരു വ്യക്തിയുടെ ഹെൽപ്പും എടുക്കുന്നുണ്ട്. ആൻഡ് ഹിസ് നെയിം വാസ് ഡോക്ടർ ലിയാൻഡർ സ്റ്റാർ ജെയിംസൺ. ജെയിംസൺ എന്ന് പറയുന്ന ഒരു ഫോറിനറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ സെസിൽ റോഡ്സ് ഒരു സീക്രട്ട് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പുള്ളിയുടെ ഉദ്ദേശം എന്താണ്? ട്രാൻസ്വാളിനെ അറ്റാക്ക് ചെയ്യുക, അവിടെ ഒരു റെയ്ഡ് കണ്ടക്ട് ചെയ്യുക, അവിടെയുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാം. അതായിരുന്നു സെസിൽ റോഡ്സിൻ്റെ പ്ലാൻ. അങ്ങനെ ജെയിംസന്റെ നേതൃത്വത്തിൽ ഈ പ്ലാൻ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം ഫോറിനേഴ്സ് നേരെ അങ്ങോട്ടേക്ക് ചെന്നു, ട്രാൻസ്വാൾ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഫ്രം ദിസ് കേപ്പ് റീജിയൻ, കേപ്പിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഫോറിനേഴ്സ് നേരെ ട്രാൻസ്വാളിലേക്ക് ഒരു റെയ്ഡ് നടത്തി അണ്ടർ ജെയിംസൺ. അപ്പോൾ ഈ സെസിൽ റോഡ്സിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നേരെ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒയിറ്റ് ലാൻഡേഴ്സ് ഇല്ലേ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ അട്ടിമറി നമുക്ക് എന്ത് ചെയ്യാം? വിജയകരമായിട്ട് പൂർത്തീകരിക്കാം എന്നുള്ളതായിരുന്നു സെസിൽ റോഡ്സിൻ്റെ ഉദ്ദേശം. ഒയിറ്റ് ലാൻഡേഴ്സ് വിൽ ഹെൽപ്പ് അസ്, അതായിരുന്നു പുള്ളിയുടെ വിചാരം. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവർ റെയ്ഡ് കണ്ടക്ട് ചെയ്തു, കേപ്പിൽ നിന്ന് നേരെ ട്രാൻസ്വാൾ ഭാഗത്തേക്ക് ചെന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒയിറ്റ് ലാൻഡേഴ്സിൻ്റെ സപ്പോർട്ട് ഇവർക്ക് ലഭിച്ചില്ല. വിചാരിച്ച രീതിയിൽ ഈ പ്ലാൻ മുന്നോട്ട് പോയില്ല. ദ റെയ്ഡ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി. ഈ റെയ്ഡിനെ നമ്മൾ ജെയിംസൺ റെയ്ഡ് ഓഫ് 1895 എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജെയിംസൺ റെയ്ഡ് ഓഫ് 1895 എന്നാണ് ഈ റെയ്ഡിനെ അറിയപ്പെടുന്നത്. ജെയിംസനാണ് റെയ്ഡ് നടത്തിയെങ്കിലും സൂത്രധാരൻ ആരായിരുന്നു? സെസിൽ റോഡ്സ് ആയിരുന്നു.
പക്ഷേ ഈ റെയ്ഡ് കൊണ്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ബോറുകൾക്ക്, ഈ ട്രാൻസ്വാൾ ഭാഗത്തുള്ള ബോറുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, ബ്രിട്ടീഷുകാരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? ഇപ്പോൾ രണ്ട് കൂട്ടരുണ്ട്. ട്രാൻസ്വാൾ സെൽഫ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന ഓട്ടോണോമസ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. കേപ്പിൻ്റെ ഭാഗത്ത് ബ്രിട്ടൻ. രണ്ട് കൂട്ടരും രണ്ട് രീതിയിലാണ് അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബ്രിട്ടനെ വിശ്വസിക്കാൻ കഴിയില്ല. അത് ബ്രിട്ടൻ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം, നമ്മുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാം. ആ ഒരു ധാരണ ബോറുകൾക്ക് വരികയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഈ ബോറുകളും ഈ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ട് 1899 അന്നത്തെ ട്രാൻസ്വാളിൻ്റെ ക്യാപിറ്റലായിരുന്ന ബ്ലൂം ഫോണ്ടെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇവരൊരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരു ഭാഗത്ത് ട്രാൻസ്വാൾ ഭാഗത്ത് ബോറുകൾ, മറുഭാഗത്ത് കേപ്പിൽ ബ്രിട്ടൻ. ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകളുണ്ട്, ഇവർ തമ്മിൽ വിശ്വാസമില്ലായ്മ നല്ല രീതിയിൽ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്, അവിടെ ട്രസ്റ്റ് ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് 1895 ട്രാൻസ്വാളിൻ്റെ ക്യാപിറ്റലായിരുന്ന ബ്ലൂം ഫോണ്ടെയിൻ എന്ന സ്ഥലത്ത് വെച്ച് ഈ രണ്ട് കൂട്ടരും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ആരൊക്കെയാണ്? ഒരു ഭാഗത്ത് ബ്രിട്ടൻ, മറുഭാഗത്ത് ബോർസ് അല്ലെങ്കിൽ ട്രാൻസ്വാൾ. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പേരുകളുണ്ട്. ഈ കോൺഫറൻസിൽ നേതൃത്വം വഹിച്ച, ലീഡർഷിപ്പ് വഹിച്ച രണ്ട് പേര്. ഒരാളുടെ പേര് നിങ്ങൾ കേട്ടു നേരത്തെ, പോൾ ക്രൂഗർ. ആരാ പോൾ ക്രൂഗർ? ട്രാൻസ്വാളിൻ്റെ പ്രസിഡൻ്റാണ്. ഓക്കെ, ട്രാൻസ്വാളിനെ ലീഡ് ചെയ്തിരുന്ന ആളാണ് പോൾ ക്രൂഗർ. ഇനി രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് ആൽഫ്രഡ് മിൽനർ. ആൽഫ്രഡ് മിൽനർ ആരാന്ന് വെച്ചാൽ കേപ്പിലെ അന്നത്തെ ഗവർണറാണ്. ബ്രിട്ടൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ വന്ന ആളാണ് ആൽഫ്രഡ് മിൽനർ. ഇപ്പം ബ്രിട്ടനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആൽഫ്രഡ് മിൽനർ ഉണ്ട്, ട്രാൻസ്വാളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്, ബോറുകളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആരുണ്ട്? പോൾ ക്രൂഗർ ഉണ്ട്. ഇവർ തമ്മിലാണ് ഈ ഡിസ്കഷനും മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൽഫ്രഡ് മിൽനർ എന്തായിരിക്കും ആവശ്യപ്പെടുക? അവിടെയുള്ള ഓയിറ്റ്ലാൻഡേഴ്സിന് കൂടുതൽ അധികാരങ്ങൾ നൽകണം, പൊളിറ്റിക്കൽ റൈറ്റ്സ്, അവർക്ക് അവകാശപ്പെട്ട പൊളിറ്റിക്കൽ റൈറ്റുകൾ ഓയിറ്റ്ലാൻഡേഴ്സിന് നൽകണമെന്നാണ് ആൽഫ്രഡ് മിൽനർ ഡിമാൻഡ് ചെയ്തത്. പക്ഷേ ഇത് അംഗീകരിക്കില്ല? ക്രൂഗർ അംഗീകരിക്കില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളാവുന്നുണ്ട് ഈ കോൺഫറൻസിൽ. സിറ്റുവേഷൻസ് റിസോൾവ് ചെയ്യാൻ വിളിച്ചുകൂട്ടിയ കോൺഫറൻസ് ആണ്, പക്ഷേ ദിസ് കോൺഫറൻസ് വാസ് എ ഫെയിലിയർ. കോൺഫറൻസ് കൊളാപ്സ് ചെയ്യപ്പെട്ടു. കാരണം മിൽനറും ക്രൂഗറും ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നില്ല. മിൽനർ പറഞ്ഞ പല കാര്യങ്ങളും ക്രൂഗർ റെഫ്യൂസ് ചെയ്യും, ക്രൂഗർ പറഞ്ഞ പല കാര്യങ്ങളും മിൽനർ റെഫ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് കൊളാപ്സ് ഓർ ദിസ് ഫെയിലിയർ ഓഫ് ബ്ലൂം ഫോണ്ടെയിൻ കോൺഫറൻസ് ലെഡ് ടു ദി സെക്കൻഡ് ആംഗ്ലോ ബോർ വാർ. ഈ കോൺഫറൻസിൻ്റെ തകർച്ചയാണ് രണ്ടാം ആംഗ്ലോ ബോർ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. രണ്ടാം ആംഗ്ലോ ബോർ വാർ എപ്പോഴാണ് നടക്കുന്നത്? 1899 മുതൽ 1902 വരെ, 1899 to 1902. ഒന്നാം ബോർ യുദ്ധം എപ്പോഴായിരുന്നു? 1880, 1881 ആയിരുന്നു അല്ലേ. പിന്നെ സിറ്റുവേഷൻസ് എല്ലാം പഴയപടി സോൾവ് ആയിരുന്നു. വീണ്ടും പ്രശ്നങ്ങൾ വഷളാവുന്നു, അത് ഒരു കോൺഫറൻസിലേക്ക് വഴിയൊരുക്കുന്നു, കോൺഫറൻസും ഫെയിലർ ആകുന്നു, ലെഡ് ടു ദ സെക്കൻഡ് ആംഗ്ലോ ബോർ വാർസ് ഓഫ് 1899-1902. ഈ യുദ്ധം 3 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഫേസ് 1 എന്ന് പറയുന്നത് 1899 to 1900 വരെയാണ്. ഫേസ് 2 എന്ന് പറയുന്നത് 1900-ലാണ്. ഫേസ് 3 എന്ന് പറയുന്നത് 1900 to 1902 ആണ്. 3 ഫേസസ് ആയിട്ടാണ് യുദ്ധം നടക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഫേസ് ആർക്കായിരുന്നു അപ്പർ ഡോമിനേഷൻ അല്ലെങ്കിൽ അപ്പർ ഹാൻഡ്? ആർക്കായിരുന്നു? ബോറുകൾക്കായിരുന്നു. അവർക്കായിരുന്നു മേൽക്കൈ. നമ്മൾ ആദ്യത്തെ ബോർ യുദ്ധത്തിലും കണ്ടതാണല്ലേ. ആദ്യത്തെ ബോർ യുദ്ധത്തിൽ മേൽക്കൈ ബോറുകൾക്കായിരുന്നു. ഇവിടെയും രണ്ടാമത്തെ ബോർ യുദ്ധത്തിലെ ഫസ്റ്റ് ഫേസിൽ മേൽക്കൈ ഉണ്ടായിരുന്നത് ബോറുകൾക്കാണ്. പല യുദ്ധങ്ങളും അവർ ജയിച്ചു. പക്ഷെ രണ്ടാമത്തെ ഫേസ് ആയപ്പോൾ ബ്രിട്ടൻ തിരിച്ചടിച്ചു. ഓക്കെ, ബ്രിട്ടൻ തിരിച്ചടിച്ചു. ബ്രിട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോളിസിയൊക്കെ ഉണ്ട് കേട്ടോ, സ്കോച്ച്ഡ് എർത്ത് പോളിസി എന്ന് പറയും. അത് ബ്രിട്ടൻ്റെ പോളിസി അല്ല, പണ്ട് കാലഘട്ടങ്ങളിൽ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചൊരു പോളിസിയാണ് സ്കോച്ച്ഡ് എർത്ത് പോളിസി. സംഭവം വേറൊന്നുമല്ല, ഓരോ സിറ്റികൾ പോകും തോറും അവിടെയുള്ള എല്ലാ റിസോഴ്സസും ഇവരിങ്ങ് ഡിപ്ലീറ്റ് ചെയ്യും. വെള്ളം, ഫ്രഷ് വാട്ടർ ഉണ്ടെങ്കിൽ അതെല്ലാം പൊല്യൂട്ടഡ് ആക്കും, കാറ്റിൽസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൊല്ലും, ഭക്ഷണ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും, അങ്ങ് എടുത്ത് കളയും. ഓക്കെ, ചീഞ്ഞ് അഴുകിപ്പോവും. ആ ഒരവസ്ഥയിൽ എല്ലാ റിസോഴ്സസിനെയും മനഃപൂർവ്വം ഡിപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പോളിസിയാണ് സ്കോച്ച്ഡ് എർത്ത് പോളിസി.
അപ്പോൾ യുദ്ധത്തിന് എന്തായാലും വരുന്ന സോൾജേഴ്സിന് ഭക്ഷണം വേണ്ടി വരും, ഫ്രഷ് വാട്ടർ വേണ്ടി വരും. ഇതൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല, എല്ലാം അവർ നശിപ്പിച്ച് കളയും. ഓക്കെ, ആ ഒരു പോളിസിയാണ് സ്കോച്ച്ഡ് എർത്ത് പോളിസി. ഈ ഒരു പോളിസിയാണ് ബ്രിട്ടൻ സ്വീകരിച്ചതെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഫേസ് ആയപ്പോൾ ബ്രിട്ടൻ അതിനെ കൗണ്ടർ ചെയ്തു, ബ്രിട്ടൻ ആയിരുന്നു മേൽക്കൈ. പക്ഷേ മൂന്നാമത്തെ ഫേസ് എത്തിയപ്പോൾ വീണ്ടും ബോറുകൾക്ക് കുറച്ച് കാലഘട്ടത്തിലേക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് ഗറില്ല വാർഫെയർ. ഗറില്ല യുദ്ധങ്ങൾ ആരംഭിച്ചു? ബോറുകൾ ആരംഭിച്ചു. ഓക്കെ, ഗറില്ല വാർഫെയറുകൾക്ക് ബോറുകൾ തുടക്കം കുറിച്ചു മൂന്നാമത്തെ ഫേസ് എത്തിയപ്പോൾ. പക്ഷെ അത് കുറച്ച് കാലഘട്ടത്തിലേക്ക് മാത്രമേ ആ ഗറില്ല യുദ്ധങ്ങൾ വിജയിച്ചുള്ളൂ. വീണ്ടും ബ്രിട്ടൻ കൗണ്ടർ ചെയ്തു, ബ്രിട്ടൻ ആ മൂന്നാമത്തെ ഫേസിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ അൾട്ടിമേറ്റ്ലി ബൈ 1902 ഈ രണ്ടാം ആംഗ്ലോ ബോർ യുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിക്കുകയാണ്. ആദ്യത്തെ ഫേസിൽ ബോറുകൾ ജയിച്ചു, രണ്ടാമത്തെ ഫേസിൽ ബ്രിട്ടൻ ജയിച്ചു, മൂന്നാമത്തെ ഫേസിൽ തുടക്കത്തിൽ ബോറുകൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നെങ്കിലും അവസാനം ബ്രിട്ടൻ ആ യുദ്ധത്തിൽ ജയിക്കുകയാണ്. 1902 യുദ്ധം അവസാനിച്ചോടുകൂടി എ ട്രീറ്റി വാസ് സൈൻഡ്. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു യുദ്ധം, മേജർ യുദ്ധമൊക്കെ അവസാനിക്കുന്ന സമയത്ത് സമാധാനം റീസ്റ്റോർ ചെയ്യാനായിട്ട് ചില ട്രീറ്റികൾ ഒപ്പുവെക്കും. ഓക്കെ, അങ്ങനെ ഒരു ട്രീറ്റിയും ഒപ്പുവെച്ചു. ആ ട്രീറ്റി പ്രകാരം ബോർ റിപ്പബ്ലിക്സിന് ഓട്ടോണോമി നൽകി, അല്ലെങ്കിൽ സെൽഫ് ഗവേണൻസ് നൽകുന്നുണ്ട്. ഓക്കെ, ഈ ബോർ റിപ്പബ്ലിക്സിന് എന്ത് കിട്ടി? സെൽഫ് ഗവേണൻസ് കിട്ടി. പക്ഷേ ദേ വിൽ ബി അണ്ടർ ദ ഇൻഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ കൺട്രോൾ തന്നെ ആയിരിക്കും ഈ ട്രാൻസ്വാൾ, ഓറഞ്ച് സ്റ്റേറ്റ് തുടങ്ങിയവ. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അധികാരം കിട്ടി. എസ്പെഷ്യലി വേണമെങ്കിൽ പറയാം, നിയമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവർക്ക് അധികാരങ്ങൾ കിട്ടുക. സ്വയം ഭരണത്തിനുള്ള അവകാശങ്ങൾ ലഭിച്ചു. പക്ഷേ ദേ വിൽ ബി ഇൻഡയറക്ട്ലി കൺട്രോൾഡ് ബൈ ബ്രിട്ടൻ. സോ ദീസ് ബോർ റിപ്പബ്ലിക്സ് അക്സെപ്റ്റഡ് ദ ബ്രിട്ടീഷ് സോവറിറ്റി. Britain promised financial assistance and Boers were assured self-governance. അങ്ങനെ രണ്ടാം ആംഗ്ലോ ബോർ യുദ്ധം 1902 അവസാനിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ ബോർ യുദ്ധവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അവിടെ വായിക്കാൻ സാധ്യതയുണ്ടെന്നല്ലേ. അപ്പോൾ എന്താണ് ഗാന്ധിയും ബോറും തമ്മിലുള്ള, അല്ലെങ്കിൽ ബോർ വാറും തമ്മിലുള്ള ബന്ധമെന്ന് അറിയണ്ടേ? യെസ്, നോക്കിയേ, 1893 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കേപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഗാന്ധി ചെല്ലുന്നത് തുടക്കത്തിൽ. അന്ന് സ്വന്തം ക്ലയൻറ്റിൻ്റെ ഒരു കേസ് വാദിക്കാനായിട്ടാണ് ഗാന്ധി ചെല്ലുന്നത്. ഗാന്ധി ഒരു ലോയർ ആയിരുന്നല്ലോ. പക്ഷേ 1894 തന്നെ, തൊട്ടടുത്ത വർഷം തന്നെ കേസ് അവസാനിച്ചു. പക്ഷേ ഗാന്ധി ചൂസ് ടു സ്റ്റേ ദെയർ. അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാനായിട്ട് ഗാന്ധി അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുണ്ടായത് പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ. അങ്ങനെ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ടാം ബോർ യുദ്ധം നടക്കുന്നത്. അപ്പം ഗാന്ധിയുടെ അന്നത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം അന്ന് ബ്രിട്ടൻ്റെ കൺട്രോളാണ്, ബ്രിട്ടൻ്റെ കോളനിയാണ് അല്ലേ. അതായത് നമ്മൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമാണ്. സോ ഇന്ത്യൻസ് ആർ ഈക്വൽ ടു ബ്രിട്ടീഷ് സിറ്റിസൺസ്. സോ ഇവിടെ ഒരു ബോർ യുദ്ധം നടക്കുമ്പോൾ, അതും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടക്കുന്ന യുദ്ധമായതുകൊണ്ട് വി ഇന്ത്യൻസ് ഷുഡ് സപ്പോർട്ട് ബ്രിട്ടീഷ്. ബ്രിട്ടൻ്റെ വാർ എഫേർട്ടുകളിൽ ഇന്ത്യക്കാർ ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ചിന്താഗതി അന്ന് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഗാന്ധി വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഇന്ത്യൻസിൻ്റെ സഹായത്തോടു കൂടി ബ്രിട്ടൻ ആ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പകരം നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പാരിതോഷികം ഇന്ത്യക്കാർക്ക് നൽകാൻ, ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമങ്ങളോ മറ്റൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷയുടെ പുറത്താണ് ഗാന്ധി ആ ഒരു ഐഡിയ അവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഹി സ്റ്റാർട്ടഡ് ടു സപ്പോർട്ട് ബ്രിട്ടീഷ് ഇൻ ദിസ് സെക്കൻഡ് ആംഗ്ലോ ബോർ വാർ. അങ്ങനെ 1899 മുതൽ 1902 വരെ നീണ്ടുനിന്ന രണ്ടാം യുദ്ധത്തിൽ ഗാന്ധി സഹായം പ്രഖ്യാപിച്ചു ബ്രിട്ടന്. ഗാന്ധി മാത്രമല്ല, ഗാന്ധി ഒരു 24 പേരുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഒരു വോളണ്ടിയർ കമ്മ്യൂണിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ പേരാണ് ഇന്ത്യൻ ആംബുലൻസ് കോപ്സ്. ഇന്ത്യൻ ആംബുലൻസ് കോപ്സ്. ഇത് നേറ്റൽ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് മാപ്പിൽ കാണിച്ചിരുന്നു, നേറ്റൽ കോളനി അല്ലേ. നേറ്റൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത്. അതിൽ 24 മെമ്പേഴ്സ് ടോട്ടൽ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഗാന്ധി. ഓക്കെ, ഇവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, അന്ന്
ഈ യുദ്ധത്തിൽ ആംഗ്ലോ ബോർ വാറിൽ പരിക്കേൽക്കുന്ന ബ്രിട്ടീഷ് സോൾജേഴ്സിനെ പരിപാലിക്കുക, അവർക്കുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് നൽകുക, സ്ട്രെച്ചർ ബെയറായിട്ട് പോവുക, ഇതൊക്കെയായിരുന്നു ഈ ഓർഗനൈസേഷൻ്റെ, ഈ വോളണ്ടിയർ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശങ്ങൾ. വളരെ സക്സസ്ഫുള്ളി തന്നെ അവരത് ചെയ്തു. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടൻ്റ് ആയിരുന്നു ശരിക്കും ഗാന്ധിക്ക് കൈസറി ഹിന്ദ് എന്ന് പറയുന്ന മെഡൽ നൽകിയത് ബ്രിട്ടീഷുകാർ. അത് കൊടുത്തത് 1915 1915 ഗാന്ധിക്ക് ആ ഒരു മെഡൽ ബ്രിട്ടൻ നൽകുന്നത്, കൈസർ ഇ ഹിന്ദ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് എന്തിനാ കൊടുത്തത്? ഈ ഒരു ബോർ വാറുകളിൽ ഗാന്ധിയും മറ്റു കൂട്ടരും നടത്തിയ ഒരു എഫേർട്ടിൻ്റെ ബേസിസിലാണ്, സപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഗാന്ധി ഗോട്ട് കൈസറി ഹിന്ദ് മെഡൽ. പിൽക്കാലത്ത് ആ മെഡൽ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്, റിനൗൺസ് ചെയ്യുന്നുണ്ട് ഗാന്ധി. എപ്പോഴാണ്? ജാലിയൻവാലാബാഗ് മാസക്കറിന് ശേഷം. ഓക്കെ, ഹി റിനൗൺസ്ഡ് ഹിസ് കൈസറി ഹിന്ദ് മെഡൽ. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഗാന്ധിയും ബോർ യുദ്ധങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാം ബോർ യുദ്ധം കഴിഞ്ഞ് വിത്തിൻ ഇയേഴ്സ് ബൈ 1910 1910 അന്നുണ്ടായിരുന്ന ബ്രിട്ടൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, എസ്പെഷ്യലി കേപ്പിൻ്റെ ഭാഗങ്ങൾ, നേറ്റൽ പ്രദേശം, നമ്മൾ കണ്ട 2 റിപ്പബ്ലിക്സിലായിരുന്നോ, ട്രാൻസ്വാസലും അതുപോലെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റും, ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളൊന്നും അല്ല, ഇതെല്ലാം ബ്രിട്ടൻ്റെ കൺട്രോളാണ്. പക്ഷേ സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള ഡൊമിനൻസ് ആയിരുന്നു അല്ലേ ഈ പ്രദേശങ്ങളെല്ലാം. ആഫ്റ്റർ ദി സെക്കൻഡ് ആംഗ്ലോ ബോർ വാർ ഇവർക്ക് സെൽഫ് ഗവേണൻസ് നൽകിയിരുന്നു, ബട്ട് ദേ വർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 1910 ദേ ക്രിയേറ്റഡ് എ യൂണിയൻ. ബ്രിട്ടീഷ് ക്രിയേറ്റഡ് എ യൂണിയൻ. അതാണ് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇറ്റ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ഒരു ഡൊമിനിയൻ ആയിട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസോട് കൂടിയാണ് ഈ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്രൗൺ തന്നെ ആയിരിക്കും. പക്ഷേ പല കാര്യങ്ങളിലും, അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളും ഗവേണൻസിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു സ്വയം ഭരണം അവർക്ക് നൽകപ്പെടുന്നുണ്ട്. അതാണ് ഈ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. ചില ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോസും ചിലപ്പോൾ ബ്രിട്ടൻ്റെ കൺട്രോളിലായിരിക്കും കേട്ടോ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് മാത്രമല്ല, ചില ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോസും ബ്രിട്ടൻ്റെ കൺട്രോളായിരിക്കും. അതുപോലെ ഒരു യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക വാസ് ക്രിയേറ്റഡ് ഇൻ 1910. ഇതോടുകൂടി കഥ തീർന്നിട്ടില്ല കേട്ടോ. പിന്നീട് എപ്പോഴാണ് സൗത്ത് ആഫ്രിക്ക ഇൻഡിപെൻഡൻ്റ് ആവുന്നത്? നിങ്ങൾ നോക്കിയേ, 1910 യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ, ആസ് എ സെൽഫ് ഗവേണിംഗ് ഡൊമിനിയൻ. പിന്നീട് ഒരു 1931 ആയപ്പോൾ, 1931 ആയപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു ആക്ട് പാസ് ചെയ്യും. അതിനെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിനിസ്റ്റർ എന്നൊക്കെ പറയും. അന്ന് ബ്രിട്ടൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഡൊമിനിയൻസിനും ഒരു ലെജിസ്ലേറ്റീവ് ഇൻഡിപെൻഡൻസ് നൽകുന്നുണ്ട്. ഓക്കെ, ലെജിസ്ലേറ്റീവ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശങ്ങൾ അവർക്ക് തന്നെ നൽകുന്നുണ്ട്. അത് ഇവർക്ക് മാത്രമല്ല, ഈ പറഞ്ഞ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മാത്രമല്ല, അന്ന് ബ്രിട്ടൻ്റെ കൺട്രോളിൽ ഏതൊക്കെ ഡൊമിനിയൻസ് ഉണ്ടായിരുന്നോ, കാനഡ, ന്യൂ ഫൗണ്ട്ലാൻഡ്, അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ ഭാഗങ്ങൾ, ഒക്കെ ഈ പ്രദേശങ്ങളെല്ലാം അന്നത്തെ ബ്രിട്ടൻ്റെ ഡൊമിനിയൻസ് ആയിരുന്നു. ഇവർക്കെല്ലാം ലെജിസ്ലേറ്റീവ് ഇൻഡിപെൻഡൻസ് നൽകപ്പെട്ടത് 1931. അതും കഴിഞ്ഞിട്ട് 1961 ആയപ്പോഴാണ് സൗത്ത് ആഫ്രിക്ക എന്നൊരു ഇൻഡിപെൻഡൻറ്റ് രാജ്യം അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന പേരിൽ ഒരു പുതിയ കിങ്ഡം അവിടെ, പുതിയൊരു കൺട്രി അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് 1961 ആഫ്റ്റർ എ റഫറൻഡം. ഒരു റഫറൻഡത്തിൻ്റെ ബേസിസിലാണ് സൗത്ത് ആഫ്രിക്ക എന്ന ഇൻഡിപെൻഡൻറ്റ് കൺട്രി അവിടെ രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഈ 1960s കാലഘട്ടം മുതൽ ഇനി അങ്ങോട്ട് കോൾഡ് വാർ കാലഘട്ടങ്ങളെല്ലാം പല കോളനികളും, ബ്രിട്ടൻ്റെ മാത്രമല്ല പല യൂറോപ്യൻസിൻ്റെ കോളനികളും ഒരു ഡീകോളനൈസേഷൻ സ്റ്റെപ്പിലേക്ക്, ആ പ്രോസസ്സിലേക്കൊക്കെ നടന്നു നീങ്ങുന്നത് ഈ കാലഘട്ടങ്ങളിലാണെന്ന് ഓർത്തിരിക്കുക. എസ്പെഷ്യലി ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻറ്റിൽ ഒരുപാട് യൂറോപ്യൻ കോളനികൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോ കോളനികളും ഡീകോളനൈസേഷൻ്റെ വക്കിലേക്ക് എത്തുന്നതെല്ലാം ഈ 1950s 60s 70s കാലഘട്ടങ്ങളിലാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ബോർ യുദ്ധം എന്താണ് ബേസിക്കലി അവിടെ ഉണ്ടായിട്ടുള്ള സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ബോർ യുദ്ധം എന്താണെന്ന് വെച്ചാൽ, ദിസ് ബോർ വാർ വാസ് ആക്ച്വലി എ വാർ ബിറ്റ്വീൻ ഇമ്പീരിയലിസം ആൻഡ് നാഷണലിസം. നമ്മൾ പറഞ്ഞു, ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നാഷണലിസം എന്നൊരു കോൺസെപ്റ്റും തമ്മിൽ നടന്ന ഒരു യുദ്ധമായിട്ട് പറഞ്ഞുകൂടെ? നാഷണലിസം എന്ന് പറയുമ്പോൾ ആരാ ഈ നാഷണലിസം എന്ന ഐഡിയ അവിടെ മുന്നോട്ട് വെച്ചത്? ബോറുകളാണ്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താ? an extent of control over another kingdom. ബ്രിട്ടൻ ഇവിടെ കണ്ടക്ട് ചെയ്തത് ഒരു കൈൻഡ് ഓഫ് ഇമ്പീരിയലിസം ആണ് അല്ലേ. ബ്രിട്ടൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ എന്ത് ചെയ്തു? അവരുടെ കോളനികളുടെ മേലിലേക്ക് ഇമ്പോസ് ചെയ്യാണ് ഉണ്ടായത്. എ ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറീസ് അല്ലേ, അതാണ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ. ഇപ്പം ബ്രിട്ടൻ മുന്നോട്ട് വെച്ച ഇമ്പീരിയലിസത്തിനെ എതിർത്തുകൊണ്ട് ബോറുകൾ മുന്നോട്ട് വെച്ച നാഷണലിസം ഐഡിയ വരുന്നു.
അതിൽ സ്വാഭാവികമായിട്ടും ഇമ്പീരിയലിസം ഐഡിയ തന്നെയാണ് ജയിക്കുന്നത് അല്ലേ. രണ്ടാം ആംഗ്ലോ ബോർ യുദ്ധത്തോടുകൂടി ബ്രിട്ടൻ അവിടെ ജയിച്ചു, ബ്രിട്ടന്റെ കൺട്രോളിലേക്ക് എത്തി ഈ പ്രദേശങ്ങളെല്ലാം. അതുപോലെ തന്നെ ദിസ് വാസ് എ വാർ ഫോർ റിസോഴ്സ് ഇമ്പീരിയലിസം. റിസോഴ്സസിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ഇമ്പീരിയലിസം അല്ലേ. നമ്മൾ കണ്ടതാണ് ഡയമണ്ടിൻ്റെ ഡിസ്കവറി, ഗോൾഡിൻ്റെ ഡിസ്കവറി ഒക്കെയാണ് ഒരു പരിധിക്കപ്പുറം ഈ ബോർ യുദ്ധങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ റിസോഴ്സസിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു യുദ്ധമായിട്ടും നമുക്ക് ഈ ബോർ യുദ്ധങ്ങൾ അറിയപ്പെടാം. ഡിഫറെൻറ്റ് വാർഫെയർ ടെക്നിക്കുകൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു യുദ്ധം കൂടിയാണിത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ബോറുകൾ മുന്നോട്ട് വെച്ചൊരു വാർ ടെക്നിക്കാണ് ഗറില്ല വാർഫെയർ അല്ലെ, ഒളി യുദ്ധങ്ങൾ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചൊരു ടെക്നിക്കാണ് സ്കോച്ച്ഡ് എർത്ത് പോളിസി. അതുപോലെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ആയുധങ്ങളും ഈ ഒരു യുദ്ധങ്ങളിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാലഘട്ടങ്ങളിൽ 1890s കാലഘട്ടങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ ടൈപ്പ് ഓഫ് വെപ്പൺസ് ഒക്കെ വന്ന ടൈം പീരീഡാണ്. അപ്പോൾ ഡിഫറെൻറ്റ് വാർഫെയർ ടെക്നിക്കുകൾ പരീക്ഷിച്ച ഒരു യുദ്ധം കൂടിയാണ് ഈ ബോർ യുദ്ധങ്ങൾ. മാത്രമല്ല ഇറ്റ് സ്ട്രെങ്തൻഡ് ദി ആഫ്രിക്കനർ നാഷണലിസം. ആഫ്രിക്കനേഴ്സ് വിളിക്കുന്ന വേറെ ആരെയല്ല, നമ്മളെ ബോറുകളെ കേട്ടോ. അവിടെയുള്ള ബോറുകളെ വിളിക്കുന്ന പേരാണ് ആഫ്രിക്കൻ. അവരുടെ നാഷണലിസം ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും പിൽക്കാലത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഇൻഡിപെൻഡൻസിലേക്ക് വരെ കൊണ്ടെത്തിക്കാനും ഈ യുദ്ധത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ബോർ വാസ്. ഓക്കെ, 2 ബോർ യുദ്ധങ്ങളുണ്ട്. ഒന്നാം യുദ്ധം 1880 to 1881, രണ്ടാം യുദ്ധം 1899 to 1902. സോ ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ബോർ യുദ്ധങ്ങളെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. പക്ഷേ ഒരു കഥ പോലെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളിനി അങ്ങോട്ട് കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യും കേട്ടോ. യൂട്യൂബിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ സിലബസിനകത്ത്, വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസിനകത്തും ഈ ഒരു കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ ടോപ്പിക്കിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ബോർ യുദ്ധം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി പഠിക്കാൻ അത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ബോർ യുദ്ധം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.